അതെ. അപ്പം ഈ ഊർങ്ങാട്ടിൽ 1999 ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നത്. അന്ന് എൻ്റെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഗുരുദേവന് ക്ഷേത്രം എന്നുള്ള നാമകരണത്തിൽ ഉള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ പ്രതിഷ്ഠ ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അവർകൾ നിർവഹിച്ചത്. അത് ലോകത്ത് ആദ്യമായിട്ട് തന്നെയാണ് ക്ഷേത്രം എന്നുള്ള നാമകരണത്തിൽ ഉള്ള ഒരു ആരാധനാലയം നമ്മൾക്ക് തുടങ്ങാൻ കഴിഞ്ഞത്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ അരനൂറ്റാണ്ട് കാലമായിട്ട് കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ കൊലപാതകം വന്ന സമയങ്ങളിൽ 1999 കണ്ണൂരിലേക്ക് കത്തിച്ച പെട്രോമിക്സുമായിട്ട് ശാന്തി സന്ദേശ യാത്ര നടത്തിയ ഈ ക്ഷേത്രത്തിൽ നിന്നാണ് കത്തിച്ച വിളക്കുമായി ശാന്തി സന്ദേശ യാത്ര കണ്ണൂർ കലക്ടറേറ്റിലേക്ക് നടത്തിയത്. അതേമാതിരി തന്നെ ഗുരുദേവ ആശയം വെച്ചിട്ട് മാറാട്, അഫ്ഗാനിസ്ഥാൻ ഇതേമാതിരിയുള്ള സ്ഥലങ്ങളിൽ ഗുരുദേവ ആശയങ്ങളുമായിട്ട് ഓടിയെത്തി പ്രശ്നപരിഹാരങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഗുരുദേവ ആശയങ്ങളിൽ വന്ന ഏറ്റവും വലിയ നേട്ടമാണ്. അപ്പോൾ ഈ യുക്തിയും ഭക്തിയും ഒന്നിച്ചാണ് ശ്രീനാരായണ ആശയങ്ങളുള്ളത്. അപ്പോൾ ലോകത്ത് എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രശ്നത്തിനും ശ്രീനാരായണ ആശയങ്ങളിൽ ഒറ്റമൂലിക ഉണ്ട് എന്നുള്ളത് നമ്മളുടെ മുൻ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി AK ആൻ്റണി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് വരുന്ന ഏത് ആശയങ്ങൾക്കും ഒറ്റമൂലിക ശ്രീനാരായണ ആശയങ്ങളുണ്ട് എന്നുള്ളത് അതൊരു സത്യമാണ്. അത് ഇന്ന് എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമാണ്. അതാണ് എനിക്ക് ഈ ജയന്തിയോട് കൂടി ആൾക്കാരെ മനസ്സിലേക്ക് വരത്തക്ക ഒരാശയം ഉന്നയിക്കാനുള്ളത്. അപ്പം ഈ വർഷത്തെ ജയന്തിയും വളരെ ഭംഗിയായിട്ട് മംഗളമായിട്ട് നടക്കുന്നു. പല ശാഖകളിലും അത് ആഘോഷപൂർവ്വം നടക്കുന്നു. അതിൽ വളരെ സന്തോഷം ഉണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഊർങ്ങാട്ടി ഗ്രാമപഞ്ചായത്തിൽ വേഴക്കോട് 5-ാം വാർഡിൽ ഇവിടെ ഒരു വലിയൊരു മനോഹരമായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അത് നിർമ്മിച്ചത് നമ്മുടെ കുന്നത്ത് പരമേശ്വരേട്ടനാണ്. വളരെ മനോഹരമാണ്. ഈ ഇവിടെയുള്ള നാട്ടുകാർക്ക് ഇതുപോലെ വലിയൊരു മുതൽക്കൂട്ടാണ്. എല്ലാ വർഷവും ഇവിടെ ആഘോഷം ഉണ്ടാവാറുണ്ട്. മനോഹരമാണ്. വഴിപാടുകളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. നല്ല ഒരു ക്ഷേത്രം. ഇവിടെ ഗുരുദേവൻ്റെ എല്ലാ ദിവസവും ഗുരുദേവന് വേണ്ടി ഇവിടെ പൂജ നടത്താറുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചിട്ട് വലിയ വിപുലമായ പരിപാടികളാണ് ഇവിടെ നടത്തുന്നത്. ഇവിടെ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിക്കുന്ന ഈ ഒരു ധന്യവേളയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു ചരിത്രം ഇവിടെ പറയാൻ നമുക്ക് നിർബന്ധിതമാവുകയാണ്. അദ്ദേഹം ഈ ലോകത്ത് ജനിച്ചത് 1856 വർഷത്തിലാണ്. അദ്ദേഹം മരണപ്പെട്ടത് 1928 വർഷത്തിലാണ്. 168 വർഷമായി അദ്ദേഹം ഇവിടെ ജന്മദിനം കൊണ്ടാടുകയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന മഹാമുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
നമ്മുടെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് പ്രയത്നങ്ങളും ത്യാഗങ്ങളും അദ്ദേഹം സഹിച്ചു. അതിൻ്റെ ഫലമായി തന്നെ കേരള സംസ്ഥാനത്ത് വളരെ സാംസ്കാരികമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ പല ആളുകളും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ തത്വം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഒരു ജാതി ഒരു മതം ഒരു ജാതി ഒരു മതം മനുഷ്യന് എന്ന് ഉറച്ച മുദ്രാവാക്യത്തോടു കൂടി പല നല്ല കാര്യങ്ങളും അദ്ദേഹം ഈ സമൂഹത്തിൽ ചെയ്തു വന്നിരുന്നു. അതിൻ്റെ ഫലമായി തന്നെ ഒരു മാറ്റം നമ്മുടെ ഈ ലോകത്ത് അദ്ദേഹം ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു എന്നതിൽ വളരെ അഭിമാനമുണ്ട്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മുദ്രാവാക്യവും അതുപോലെ തന്നെ മതമേതായാലും മനുഷ്യൻ നന്നാൽ മതി എന്ന മുദ്രാവാക്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ ഒരു പ്രസ്ഥാനമാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിൻ്റെ ഓരോ ജന്മദിനവും നമ്മൾ എല്ലാവരും കൊണ്ടാടുകയാണ്. കേരളം നമ്മുടെ ഇപ്പോൾ പഠിക്കുന്ന യുവതലമുറയുടെ പാഠപുസ്തകങ്ങളിൽ വരെ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ജീവിത ചരിത്രം നമുക്ക് ഓരോരുത്തർക്കും ഒരു മാതൃകയാണ് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ